ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ബുദ്ധിപരമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളെയും ചെയ്യുന്നതായിട്ടുള്ള അഭിമാനശീലരായിട്ടുള്ള ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനും ചൊവ്വയ്ക്കും രാഹുവിനും എല്ലാം അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ഈ ഒരു സമയങ്ങളിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിയുന്നിടത്തോളം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും സുഖനാഥനും ശയനകളത്രകാരകനുമായിരിക്കുന്നതായ ശുക്രനാണെങ്കിലോ ഉച്ചബലത്തോടു കൂടിയിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാം എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ രാഹുവുമായിട്ട് ഈ ഒരു സമയങ്ങളിൽ അഷ്ടമഭാവത്തിൽ യോഗം ചെയ്യുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. വിദ്യാമാതുലകാരകനായിരിക്കുന്നതായ ബുധനും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ചൊവ്വയ്ക്കും അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ജ്ഞാനകാരകനും സർവേശ്വരകാരകനുമായിരിക്കുന്നതായ വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ അലസത വരാതെ ക്ഷീണം വരാതെ മുന്നോട്ട് പോകണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് ഈ ആയില്യം നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും.